ഹലോ, ഇന്ന് ഞാൻ നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടത്തേക്ക് ഇങ്ങനെ തേങ്ങയൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കാൻ വേണ്ടിയൊക്കെ പോയതാണ്. അപ്പോൾ തേങ്ങ കിട്ടി, അതേമാതിരി നേന്ത്രക്കായും കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അടയ്ക്കൊക്കെ കിട്ടി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാടൊക്കെ വെട്ടിയതായിരുന്നു. ഇപ്പോൾ രണ്ടാമതൊക്കെ പുല്ലൊക്കെ മുളച്ച് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ പന്നിയൊക്കെ കവുങ്ങിൻ്റെ ചോടൊക്കെ ഒന്ന് തോണ്ടി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അടയ്ക്കൊക്കെ കുറേശ്ശെ അങ്ങനെ പഴുത്ത് വരണേ ഉള്ളൂ. കാരണം ഇതൊക്കെ പന്നി മാന്തിയിട്ട് പന്നി വൃത്തി ആക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോന്നു. കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കായൊക്കെ ഒന്ന് നല്ലോണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കായ തോലൊക്കെ കളഞ്ഞ് ഇതാ റെഡിയാക്കി വെച്ചു. ഇനി ഇതൊക്കെ അരിഞ്ഞിട്ട് ഒരു പേപ്പറിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേപ്പറിൽ ഇട്ട് വയ്ക്കുന്നത്. കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് ഇനി കടായി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എണ്ണ നല്ല ചൂടായതും നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഞാൻ കുറേശ്ശെ നമുക്ക് എണ്ണയൊന്നും ഇത് അധികം കുടിക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കലകല എന്നുള്ളൊരു സൗണ്ട് വരും നമ്മൾ ഇളക്കുമ്പോൾ. അപ്പോൾ നമുക്കറിയാം ആ സമയത്താണ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഉള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് ആ ബബിൾസൊക്കെ ഒന്ന് അടങ്ങണ വരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മളുടെ ചിപ്സ് റെഡിയായി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ തന്നെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്, ആ എണ്ണ വലിയാൻ വേണ്ടിയിട്ടും കൂടെ. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് വലിയ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ബോട്ടിൽ അതിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കോരി എടുത്തിട്ട് പേപ്പറിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ വീഡിയോകളായിട്ട് വരാം. ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.